ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് പെരുന്നാൾ സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ പുഡിംഗ് ഓർ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കുൾഫി പുഡിംഗ്. അപ്പോൾ കുൾഫി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് വെറൈറ്റി ആയിട്ട് നമുക്ക് ബ്രെഡ് കൊണ്ട് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും യൂസ് ചെയ്യാതെ ക്രീമി ആയിട്ട് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമ്മുടെ കുൾഫി പുഡിങ് ഞാനൊരു വെറൈറ്റി ആയിട്ട് ബ്രെഡ് കൊണ്ടാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം വലിയ സ്ലൈസ് ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുള്ളൂ. നിങ്ങളിലുള്ളത് ചെറിയ സ്ലൈസ് ബ്രെഡ് ആണെങ്കിൽ ഒരു 6 7 നോക്കിയിട്ട് എടുക്കുക കേട്ടോ, ചെറുതാണെങ്കിൽ. കാരണം ബ്രെഡ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് തിക്കാവില്ല, കൂടിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് പാർട്ടൊക്കെ നമുക്ക് ആവശ്യമില്ല, ബ്രൗൺ പാർട്ട് ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിതാ ഞാൻ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഈ ഒരു പുഡിങ്ങിലേക്ക് തന്നെ ഞാൻ 2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബ്രെഡിലേക്ക് നമുക്ക് 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്, നേരെ പകുതി. അപ്പോൾ എൻ്റെത് 250 ml മെഷറിംഗ് കപ്പിൽ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഫുൾ ഫാറ്റ് മിൽക്ക്, അതായത് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ പാൽ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നേരെ പകുതിയോളം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. അടുത്ത ഞാൻ ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർക്കുക, കുഴപ്പമൊന്നുമില്ല. കൂടിയെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷ് ക്രീം എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് പകരം വിപ്പിംഗ് ക്രീം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കട്ടെ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ഏലക്കായ ചേർത്ത് കൊടുക്കണം. അറിയാമല്ലോ, നമ്മുടെ കുൾഫിയുടെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്ന ഏലക്കായുടെ ഫ്ലേവറാണല്ലേ, അത് നിർബന്ധമായിട്ടും വേണം. അപ്പം ഞാൻ ചെറുതായതുകൊണ്ട് 2 എടുത്തത്, വലുതാണെങ്കിൽ 1 മതി. അടുത്തത് നമുക്കിതിലേക്ക് സാഫ്രോൺ ചേർത്ത് കൊടുക്കണം. ഒരു 1 2 നുള്ള് സാഫ്രോൺ കുറച്ച് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അങ്ങനെ കറക്റ്റ് അളവില്ല. സാഫ്രോൺ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ നമ്മുടെ കുൾഫി പുഡിങ്ങിലേക്ക്. അഥവാ നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബദാം മിക്സ്, അത് നമ്മൾ ഡ്രിങ്കിലൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന ആ ഒരു യെല്ലോ കളർ ബോട്ടിൽ വരുന്നില്ലേ, ആ ഒരു മിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് 1 2 ഡ്രോപ്പ് അങ്ങനെ ചേർത്താലും മതി. നല്ലൊരു കളറും ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും വേണം കേട്ടോ. അപ്പോൾ ഒറിജിനൽ കുൾഫിയുടെ ഫ്ലേവർ എന്ന് പറയുന്നത് സാഫ്രോണിൻ്റെ ഫ്ലേവറാണ് കേട്ടോ, അതറിയാലോ. ഒരു ലൈറ്റ് പിസ്ത കളറൊക്കെ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ്രോൺ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൂടി ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ തരികളില്ലാതെ അടിച്ചെടുക്കാൻ നോക്കുക. അങ്ങനെ നമ്മുടെ മിക്സിൻ്റെ കളർ തന്നെ മൊത്തത്തിൽ മാറിയല്ല. ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി കളർ മാറും കേട്ടോ, സാഫ്രോൺ ഒന്നും കൂടി അതിൽ നിന്ന് സെറ്റായി കിട്ടുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മെയിനായിട്ട് കുൾഫിയിൽ അറിയാമല്ലോ, ഒരു നട്ട്സൊക്കെ ചേർക്കണം. അപ്പം ഞാൻ 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, 1/4 കപ്പ് ബദാം, 1/4 കപ്പ് പിസ്ത, എല്ലാം 1/4 കപ്പ് വീതം എടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്തോട്. പൊടിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഫൈൻ പൗഡറല്ല, ചെറിയ ചെറിയ നുറുക്കായിട്ട് അങ്ങനെ പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ 3 നട്ട്സും ഇല്ലാന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിസ്ത നിർബന്ധമായിട്ടും വേണം. പിന്നെ ബാക്കി ബദാമോ അണ്ടിപ്പരിപ്പ് ഏതാണ് ഉള്ളത് അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലും മതിയിട്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. നമ്മുടെ ഒരു മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള 1 കപ്പ് പാലില്ലേ, അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് വരെ ചേർക്കുക കേട്ടോ. നിങ്ങൾ മധുരം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കുറച്ച് പാൽപ്പൊടിയും അങ്ങനെ മിക്സ് ആക്കിയിട്ട് ചേർത്താലും മതി കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാൻ നോക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് പുഡിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ജെലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കോൺഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഈ ഒരു പുഡിങ് എന്ന് പറയുന്നത് ഭയങ്കര ഉറച്ചിട്ടുള്ളൊരു പുഡിങ് അല്ല, നമ്മൾക്ക് നല്ല ക്രീമി ആയിട്ട് കോരി കഴിക്കുന്ന, അല്ലെങ്കിൽ ഓവറായിട്ട് ക്രീം ആവേണ്ടെന്നുണ്ടെങ്കിൽ ഡെസേർട്ടായിട്ട് നമുക്ക് ലൂസായിട്ട് സെർവ് ചെയ്യുന്ന ആ ഒരു രീതിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്, ഒട്ടും തന്നെ കട്ടിയില്ലാതെ. മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതായത് നല്ലപോലെ തിളക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ തിക്കായി വരും. തിക്കായതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം, കാരണം കോൺഫ്ലോർ വേവാനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക, ഒന്നങ്ങ് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ, നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ തന്നെ, നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയായി. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ, ഇത്രയേ പണിയുള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കണം. നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സും ഫസ്റ്റത്തെ മിക്സും കൂടി നല്ലപോലെ ജോയിൻ ആവണം കേട്ടോ, എങ്കിലേ സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഏതിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ ഒരു ട്രേയിലോ ബൗളിലോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ബൗൾ കൊടുത്ത് അതിൽ കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ചുരുങ്ങിയത് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. കാരണം നമ്മൾ ഇതിൽ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും യൂസ് ചെയ്യാതെ കൊണ്ട് തന്നെ അത്യാവശ്യം സമയം എടുക്കും കേട്ടോ സെറ്റ് ആവാൻ. പിന്നെ നിങ്ങൾക്ക് ഓവർ കട്ടിയല്ലാതെ നമുക്ക് ലൂസായിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് 1-2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം തന്നെ നമുക്ക് ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ തണുത്ത് സെറ്റായതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുൽഫി ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ഒരു പുഡിങ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് പ്രത്യേകിച്ച് നല്ല ചൂടാണല്ലേ, അപ്പോൾ പുഡിങ്ങൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന ഈ ഒരു കുൽഫി പുഡിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.